അപ്പോൾ അലിയാർ തങ്ങളെ ഒന്നും നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരാളാണ്. ഇൽമിൻ്റെ ബലമാണ് അലിയിൻ്റെ. കാരണം എന്താ? അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിൻ്റെ പട്ടണവും വലിയുൻ ബാബുഹ, ഏറ്റവും വലിയ പണ്ഡിതനാരാ? അലി ഇബ്നു അബീ താലിബ് തങ്ങളാണ്. മൂപ്പരാണ് എൻ്റെ കവാടം. അങ്ങോട്ട് കടക്കണമെങ്കിൽ അലീനെ പിടിക്കണം, നേരെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവായിട്ട് അങ്ങോട്ട് ഒത്തുകൂടി അങ്ങോട്ട് ചേർന്നാലാണ് തിരിഞ്ഞത്. ഈ വാതിലൊക്കെ എന്നാലേ പോകാൻ കിടക്കാൻ പറ്റുള്ളൂ മദീനയിലേക്ക്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ഇന്ന് പണ്ഡിതന്മാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്. അത് റസൂലുള്ള മുടി വളർത്തിയെന്നാണ്, അല്ലേ? ആണോ? അലി ഇബ്നു അബീ താലിബ് എന്ത് ചെയ്തു? ആദയിത്തു റഹ്സി, എൻ്റെ തലയോട് ഞാൻ ശത്രുത വെച്ചു. എന്തിനു വേണ്ടി? രോമകൂപങ്ങളിൽ ജനാപത്ത് ശേഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കുളിക്കുമ്പോൾ വെള്ളം ചേർന്നില്ലെങ്കിലോ എന്ന് ഭയന്നിട്ട്. ഒരിക്കൽ പോലും തലയിൽ ഒരു പൊടിമുടി മുളയ്ക്കാൻ ആരും സമ്മതിച്ചിരുന്നില്ല. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ നിത്യമായി തല മുണ്ടനം ചെയ്യൽ കറാഹത്താണ് എന്നാണ് ഫിഖ്ഹിന്റെ നിയമം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചെയ്തതോ റസൂലുള്ളാഹിന്റെ ഹദീസോ അന്വേഷണ ബുദ്ധിയോടെ പഠിക്കാനാണ് പറഞ്ഞത്. എന്താ റസൂലുള്ളാഹിന്റെ ഹദീസിൽ ശരിയില്ല, മൻ യഅ്ശമിൻകും, നിങ്ങൾ എന്നിട്ട് ആരെങ്കിലും ജീവിച്ചാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങളുടെ മേൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിർബന്ധമാക്കണം. സുന്നത്തി ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ സുന്നത്തിനെയും ഇവരുടെ മാർഗം ഇവരെങ്ങനെ ജീവിച്ചു അതുപോലെ തന്നെ ജീവിച്ചോളൂ. അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കുക. ഹല്ലു അലൈഹ ബിൻ നവാജ്, റസൂലുള്ളാഹിന്റെ വാക്കാണ്. അതിൻ്റെ മേൽ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് കണിശമായും മുറുകെ പിടിച്ചുകൊള്ളണം.